ഹലോ ഗൈസ്, പോർട്ട്ഫോളിയോ നമ്മളെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളായിരുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഇന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ എങ്ങനെയാണ് അയാളുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്ററുടെ പോർട്ട്ഫോളിയോക്ക് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്ററുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഗ്രാഫിക് ഡിസൈനറുടെ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം സെയിം അല്ലേ, അതിന് പ്രത്യേകിച്ചൊരു ഡിഫറൻസ് നമ്മൾ കാണേണ്ടതുണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ മേ ബി ഉണ്ടാവാം. അപ്പം അത് നമുക്കിന്ന് ക്ലിയർ ചെയ്ത് പോവാം. അതായത് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് കണ്ടന്റുകൾ അതിലുണ്ടാവുക എന്നുള്ളത്, ഒരു ഗ്രാഫിക് ഡിസൈനർ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന സമയത്തുള്ള കണ്ടന്റ് തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഒരു ഗ്രാഫിക് ഡിസൈനർ എന്താണ് വർക്ക് ചെയ്യുന്നത്, അതായത് പുള്ളിക്കാരൻ ഓരോ രീതിയിലുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ പോസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ മെനു ആവാം, ബ്രോഷർ ആവാം, തുടങ്ങിയിട്ടുള്ള ഡിസൈൻസ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. വെബ്സൈറ്റിൻ്റെ ഡിസൈൻസ് ആവാം. സോ ഈ ഡിസൈൻസ് ആണ് അയാൾക്ക് മെയിൻലി ആ ഒരു പോർട്ട്ഫോളിയോയിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. അതിൻ്റെ റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, സെയിൽസ് അതിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ കൺവേർഷൻ ഉണ്ടോ, ലീഡ്സ് ഉണ്ടോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ഗ്രാഫിക് ഡിസൈനറുടെ പോർട്ട്ഫോളിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നോർമലി. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്നത് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ ഒരു കൺവേർഷൻ ഓറിയൻറ്റഡ്, സെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾ എന്ത് കണ്ടന്റ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് മെത്തേഡാണോ അതിന് യൂസ് ചെയ്യുന്നത്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് മെത്തേഡാണോ അതിന് യൂസ് ചെയ്യുന്നത്, അതിൽ നിന്ന് എത്രത്തോളം ലീഡ്സ് ഉണ്ട്, ആ ലീഡ്സ് എത്രത്തോളം കൺവേർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, എവിടേക്കാണ് എന്താ പറയുക, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഇല്ലാതെ വന്നിട്ടുള്ളത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ഗ്രാഫിക് ഡിസൈനർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. സോ എന്തൊക്കെയാണ് ഇതിൽ കണ്ടൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ പോർട്ട്ഫോളിയോയിലേക്ക് വരാം. ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 4 പേജ് എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് പേജിൽ പേഴ്സണൽ ഇൻഫർമേഷൻസ്, നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, നമ്മുടെ ബാക്കി നമ്മൾ നോർമലി ഒരു സി വിയിലൊക്കെ കൊടുക്കുന്ന പോലെയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ആവാം, തുടങ്ങിയിട്ടുള്ള മിനിമൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അതിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ. ഇത്രയാണ് ഫസ്റ്റ് പേജിൽ വരുന്നത്. സെക്കൻഡ് പേജിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ എന്തൊക്കെ ക്വാളിഫിക്കേഷനുള്ള ആളാണ് എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ദെൻ തേർഡ് പേജിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കേഷൻസ്, നമ്മൾ ഏതൊക്കെ ഫീൽഡിൽ സർട്ടിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ, അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുക. ദെൻ ഫോർത്ത് പേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടൂൾസ് ഏതൊക്കെയാണ്, ഇപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ ആ ഒരു അഡോബിൻ്റെ ടൂൾസൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം, ഫെമിലിയർ ആയിട്ടുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ദെൻ ഫിഫ്ത്തിലേക്ക് വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഫീൽഡ് ഓഫ് എക്സ്പെർട്ടൈസ് ഏതൊക്കെയാണ് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുക. എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുക. ഇൻ കേസ് നമ്മളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതിലെന്തുണ്ടാവില്ല, അങ്ങനെ ഒരു പേജിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, എവിടെയെങ്കിലും ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഒരു സ്റ്റാർട്ടിങ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ളത് 1 to 4 അല്ലെങ്കിൽ 5th പേജ് വരെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി അതിന് താഴത്തേക്ക് നോക്കാം. ഈ ഒരു ഏരിയ ആണ് മെയിൻലി എന്താണ് നമ്മുടെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ റിസൾട്ട്, വാട്ട് വി വർത്ത് ഓഫ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് ഈ ഏരിയയിലാണ്. അതായത് നമ്മുടെ വർക്കുകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് പോർട്ട്ഫോളിയോയുടെ മറ്റൊരു ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ അവിടെ കൊടുക്കുന്ന വർക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത വർക്കിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വർക്ക്സ് ആണ് നമ്മൾ അതിൽ എന്ത് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഒരു 5 to 6 വർക്ക്സ് നമുക്കതിൽ ഡിസ്പ്ലേ ചെയ്യാം.
അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. നമ്മുടെ വർക്ക് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസ് എന്തൊക്കെയാണ്? ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണിക്കാനുള്ള വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസ് ആണ്. നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വർക്ക്. അല്ലാതെ ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. അതാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈനറിൽ നിന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ ഏതൊക്കെ ക്യാമ്പയിൻസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കമ്പനിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇതിൽ ബെസ്റ്റ് വർക്ക് 5 to 6 നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു ആഡ് ക്യാമ്പയിൻ ചെയ്തു. അതിൽ നമ്മൾ എത്ര എമൗണ്ട് അതിൽ ചിലവാക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് എത്രത്തോളം റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റിസൾട്ട് മീൻസ് എത്രത്തോളം ലീഡ്സ് ആ ആഡ് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ലീഡിൽ നിന്ന് എത്ര കൺവേർഷൻസ് നടത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അതിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇത്രയാണ് മെയിൻലി ഈ വർക്ക് ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്ലാരിഫൈ ഉണ്ടാവേണ്ടത്. ഏതെങ്കിലും ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ എഴുതുക എന്നുള്ളത് മാത്രം, മീൻസ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ അതിൻ്റെ റിസൾട്ട്, ലീഡ്സ് എത്രയാണ്, അതിൻ്റെ കൺവേർഷൻസ് എത്രയാണ്, നമ്മൾ എത്രയാണ് അതിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ അനലൈസ് ചെയ്യുക എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ആ റിസൾട്ട് ഈ ഒരു എമൗണ്ടിന് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ, ഇതിന് കംപ്ലയൻസ് ആയിട്ടാണോ ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ്. ഈ റിസൾട്ട്സ് നമ്മൾ ഇവിടെ കാണിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബോണസ് ആയിട്ട് മീൻസ് നല്ലൊരു അട്രാക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസൾട്ടിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി എന്താണ് എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ക്യാമ്പയിൻ ഇവിടെ ചെയ്തിട്ട് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, മീൻസ് നമുക്കുണ്ടായിരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി എന്താണ് എന്നുള്ള കാര്യങ്ങളും കൂടി അവിടെ ചെറിയൊരു പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇമ്പാക്റ്റ് അവിടെ ആ പോർട്ട്ഫോളിയോ കാണുന്ന ആളിൽ ഉണ്ടാക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലയൻറ്റ് വന്നിട്ട് പറയാണ് ഏത് ക്യാമ്പയിനാണ് നമുക്ക് ചെയ്യേണ്ടത്, മീൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇയാളൊരു ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു മദേഴ്സ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെയിൽസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരിക്കാം. അതുപോലെ തന്നെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതിൽ കൂടെ ഒരു മാർക്കറ്റിംഗ് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡും കൂടി, മീൻസ് ആ ഒരു ഐഡിയോളജിയും കൂടെ സാധാരണ രീതിയിൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ആളുകളെ ഇമോഷണലി കണക്ട് ചെയ്യിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ അവിടെ യൂസ് ചെയ്തു. അതെന്താണ് എന്നുള്ളതും കൂടെ അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുമ്പോൾ അതിന് നമ്മുടെ റിസൾട്ടിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള, സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റാണ് ഈ പോർട്ട്ഫോളിയോ കാണുന്ന ആളിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അവിടെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞു നമ്മളൊരു ഗ്രാഫിക് ഡിസൈനർ അല്ല, സോഷ്യൽ മീഡിയ മാർക്കറ്ററാണ്. പക്ഷേ നമുക്കവിടെ പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോസ്, ഡിസൈൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, അതായത് നമ്മളൊരു കണ്ടന്റ് ആണ് ഈ ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് പ്രൊവൈഡ് ചെയ്തത്. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്ററാണ്, അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും പെർട്ടിക്കുലർ കണ്ടന്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്ട്രാറ്റജി നമ്മൾ അവിടെ എന്ത് ചെയ്തു, കൊടുത്തു. അത് ബേസ് ചെയ്തിട്ട് ഒരു സാധനം മീൻസ് ഒരു ഡിസൈനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആവട്ടെ, ഏതെങ്കിലും ഒരു ഗ്രാഫിക് ക്രിയേറ്റീവ്സ് മീൻസ് ഏതെങ്കിലും ഒരു ക്രിയേഷൻസ് നമ്മളവിടെ ഉണ്ടാക്കിയെടുത്തു. അത് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ത്രൂ ആ ഒരു കണ്ടന്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ആ ഒരു കണ്ടന്റ് ആണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. സോ ഇത് വഴിയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമുക്കത് എന്തായാലും അവിടെ എന്ത് ചെയ്യാം, കൊടുക്കാം. ഏതെങ്കിലും പോസ്റ്റ് ആവാം, ഡിസൈൻ ആവാം, ഏതെങ്കിലും പോസ്റ്റർ ആവാം. ഈ കാര്യങ്ങൾ കൂടി നമുക്കതിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഗ്രാഫിക് ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, സോഷ്യൽ മീഡിയ മാർക്കറ്റർ എന്നുള്ള രീതിയിലല്ല, ആരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് പറയാം. അതായത് നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് നമ്മൾ സാധാരണ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ആ ബ്രാൻഡിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, കളറ്, ഫോണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ഒരു ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു 10 തരം ഡിസൈൻ ഫോണ്ട്സ്, 10 തരം കളറുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഇത് കാണുന്ന ആൾക്കുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ
അതിൽ നിന്നൊരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ക്ലാസ് ആയിട്ടുള്ള രീതിയിലുള്ള 2-3 കളർ പാലറ്റ് യൂസ് ചെയ്യുക. കളർ വരുന്ന ഒരു കോമ്പിനേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ഫോൺസിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഫോൺ ടൈപ്പോഗ്രഫി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തും ഏതെങ്കിലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നോളജും സ്കില്ലും ഒക്കെ ഉള്ള ഒരാളാണ് എന്നുള്ളതിൻ്റെ ഒരു ഇമേജ് അതിൽ നിന്നുണ്ടാവും എന്നുള്ളതാണ്. സോ അതിൽ നിന്നൊക്കെയാണ് ആളുകൾക്ക് അട്രാക്ഷൻ കിട്ടുന്നത്, ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മൾ എത്ര നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും തരത്തിൽ കാണാൻ കൊള്ളാത്ത രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഇത് കാര്യമായിട്ട് ഇതിൽ ആളുകൾക്കൊന്ന് നോക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ഇതൊന്ന് അനലൈസ് ചെയ്യാനോ ഉള്ള താല്പര്യം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറവായിരിക്കും. സോ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ക്ലയൻറ്റ് ടെസ്റ്റിമോണിയൽസ് ആണ്. നമ്മൾ എല്ലാ ഏരിയാസിലും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലയൻറ്റിൻ്റെ ടെസ്റ്റിമോണിയൽ എടുക്കുക. അതായത് ആളുകളുടെ റിവ്യൂ എന്താണ്, നമ്മുടെ വർക്കിൻ്റെ ഫീഡ്ബാക്ക്, അത് നമ്മുടെ ക്ലയൻറ്റ്സ് എന്തൊക്കെയാണ് തരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അത് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളത് നമ്മളവിടെ കാണിക്കുകയാണ്. അതിൽ നിന്നൊക്കെ അത്യാവശ്യം ഇമ്പാക്റ്റ് ആളുകളിൽ ഉണ്ടാക്കും. സോ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വെറുതെ വിളിച്ച് പറയുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി ഇത് കാണുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. ക്ലയൻസിൻ്റെ ഒരു ടെസ്റ്റിമോണിയൽസ് അവിടെ കൊടുക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് റിവ്യൂ ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടും മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിന് ഒന്നും കൂടി ജെനുവിനിറ്റി അവിടെ ഉണ്ടായി വരികയാണ്. സോ അതും കൂടി നമുക്ക് അത്യാവശ്യം ഒരു ഓപ്പർച്യൂണിറ്റി അതുപോലെ തന്നെ സെലക്റ്റഡ് ആവാനുള്ള സാധ്യതകൾ അവിടെ കൂടുതലാണ് എന്നുള്ളതാണ്. ദെൻ ഏറ്റവും ഫൈനലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് റെഗുലർലി. നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ടൈമിലേക്കുള്ളതോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഫിക്സഡ് ഡിസൈൻ അല്ല ഒരിക്കലും. കാരണം നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നമ്മൾ പല രീതിയിലും പല സമയങ്ങളിൽ പല ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്നെല്ലാം നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാവാം. നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളതിനേക്കാൾ ബെറ്റർ പ്രൊജക്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം, ബെറ്റർ റിസൾട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. സോ നമ്മൾ ആ റിസൾട്ടും ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുക. നമ്മളെപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഓരോ വർക്കിനനുസരിച്ചിട്ട് നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മുടെ പ്രൊജക്റ്റ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ഇവിടെയാണ് എന്നുള്ളൊരു സാധനമാണ് അതിൽ കിട്ടുക. നമ്മളൊരു പ്രത്യേകിച്ച് നമ്മുടെ ഗ്രോത്തോ കാര്യങ്ങളൊന്നും അതിൽ മെൻഷൻ ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഉണ്ടായിരുന്ന റിസൾട്ട് മാത്രം അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഉപകാരപ്രദമായിക്കൊള്ളണം എന്നില്ല. കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മളെ പിന്തള്ളപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അപ് ടു ഡേറ്റ് ആയിരിക്കുക. ഇത്രത്തോളമാണ് നമ്മളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ ആയിരിക്കെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.